ഇന്നലെയും IT സെക്രട്ടറി അടക്കമുള്ള സാങ്കേതിക മേഖലയിലുള്ള ഉദ്യോഗസ്ഥരുടെ യോഗം ഞാൻ തന്നെ നേരിട്ട് വിളിക്കുകയുണ്ടായി. കഴിഞ്ഞ ദിവസം രാജ്യത്തെ തന്നെ വിവിധ വകുപ്പുകളുമായി ബന്ധപ്പെട്ട് ഇതിന്റെ പ്രവർത്തനങ്ങളെ അതിന്റെ ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി. ആ ചർച്ചകളിലൂടെയാണ് 3 ദിവസം തടസ്സങ്ങളും തകരാറുകളും ഉണ്ടാകാൻ സാധ്യതയില്ല എന്നുള്ള റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം ക്രമീകരണം ഉണ്ടാക്കിയത്. എന്നാൽ ഇന്ന് കേരളത്തിലെ എല്ലാ റേഷൻ കടകളുമായി ബന്ധപ്പെട്ട് രാവിലെ തന്നെ എത്തിച്ചേർന്ന മുൻഗണനാ കാർഡുകാർ അവർക്കുണ്ടായ അസൗകര്യം കണക്കിലെടുത്തുകൊണ്ട് തൽക്കാലം നിർത്തിവെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ചില ക്രമീകരണങ്ങളിൽ ഞങ്ങൾ രാവിലെ സിവിൽ സപ്ലൈസ് വകുപ്പ് ഡയറക്ടർ അടക്കമുള്ള ഉദ്യോഗസ്ഥരുമായി ഇതിനെ സംബന്ധിച്ച് നടത്തിയ ചർച്ചയിൽ മുൻഗണനാ കാർഡിൽ മഞ്ഞ നിറത്തിലുള്ള കാർഡ് BPL ഫാമിലിയിൽ ഏറ്റവും താഴെ അറ്റത്ത് നിൽക്കുന്ന മഞ്ഞ നിറ കാർഡ് 5 ലക്ഷത്തിലധികം പേർ കേരളത്തിലുണ്ട്. 5 ലക്ഷത്തിലധികം കാർഡുകാർ കേരളത്തിലുണ്ട്. ഇന്ന് നമുക്ക് ആ മഞ്ഞ നിറ കാർഡുകാർ വന്നവർ തിരിച്ചു പോകാതെ മസ്റ്ററിംഗിലേക്ക് പങ്കെടുക്കുന്ന ഒരു നിലപാട് സ്വീകരിക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ചുവപ്പ് നിറത്തിലുള്ള കാർഡുകാർ നമുക്കൊരു ക്രമീകരണം ഇന്ന് തന്നെ IT ഉദ്യോഗസ്ഥരുമായി ഉച്ചയ്ക്ക് ചർച്ച നടത്തി നാളെ മുതലൊരു ക്രമീകരണം വരുത്തണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. മഞ്ഞ നിറ കാർഡുകാർ ഇന്ന് രാവിലെ എത്തിയ ആളുകൾ അവർക്ക് വീണ്ടും ഒരു ദിവസം കൂടെ വരുന്നത് ഒഴിവാക്കാൻ കഴിയുന്ന അവസ്ഥയിൽ ഇന്ന് അവർക്ക് മസ്റ്ററിംഗ് നടത്താൻ സൗകര്യം ഒരുക്കാനാണ് നിർദ്ദേശമായി നൽകുന്നത്. ഒന്ന്, മാധ്യമങ്ങളിലൂടെ ജനങ്ങൾ അറിയേണ്ടുന്നത് ഇതിനു വേണ്ടുന്ന ക്രമീകരണം പല വിധത്തിൽ നടത്തി. ഞാൻ രാവിലെ നോക്കുമ്പോൾ റേഷൻ ഷോപ്പുകളിലൂടെ അരി വിതരണം നടത്തരുതെന്ന് നിർബന്ധപൂർവ്വം പറഞ്ഞിരുന്നതാണ്. എന്നാൽ ചില കടക്കാർ അരി വിതരണം നടത്തുകയുണ്ടായി. അപ്പോൾ രണ്ടും ഒരുമിച്ച് വന്നാൽ സാങ്കേതിക തകരാറ് വരാൻ സാധ്യതയുണ്ടെന്ന് കഴിഞ്ഞ ദിവസങ്ങൾ മനസ്സിലാക്കിയതുകൊണ്ടാണ് അരി വിതരണം 3 ദിവസം നിർത്തിവെച്ചുകൊണ്ട് ഈ പ്രവൃത്തിയിലേക്ക് പോകണമെന്ന് ഉദ്ദേശിച്ചത്. കേന്ദ്ര ഗവൺമെന്റിനോട് പലവട്ടം ഈ വിഷയങ്ങളുടെ കേരളത്തിന്റെ അവസ്ഥ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും ഒരു തരത്തിലുള്ള അനുകൂല നിലപാടും അവർ സ്വീകരിച്ചില്ല. നിർബന്ധപൂർവം ഇത് നടത്തിയേ മതിയാവൂ, മാർച്ച് 31 മുമ്പ് നടത്തിയേ തീരൂ എന്നുള്ള നിർബന്ധ ബുദ്ധിയാണ് നമുക്കിതിന് പോകാൻ നിർബന്ധിതമാകുന്ന ഒരവസ്ഥ ഉണ്ടായത് എന്ന് ജനങ്ങൾ അറിയണം. എന്തായാലും നമുക്ക് മസ്റ്ററിംഗ് പ്രവർത്തനങ്ങൾ ക്രമീകരിച്ചുകൊണ്ട് ആവശ്യമായ സമയം സൗകര്യപ്രദമായ രീതിയിലേക്ക് ക്രമീകരിച്ചുകൊണ്ട് ഇത് പ്രവൃത്തിയുമായി മുന്നോട്ട് പോകണമെന്നാണ് ഗവൺമെന്റ് കാണുന്നത്. റേഷൻ വിതരണം ഇതിന്റെ പേരിൽ ഒരു കുടുംബത്തിന് പോലും ഉണ്ടാകാതിരിക്കാൻ ഗവൺമെന്റ് പ്രത്യേകമായി ശ്രദ്ധിക്കും. ആവശ്യമാണെങ്കിൽ അടുത്ത മാസം ഏപ്രിൽ മാസം ഒരാഴ്ച കൂടെ കൊടുത്തുകൊണ്ട് ഈ മാസം വാങ്ങാൻ അതെ റേഷൻ ലഭ്യമാകാത്ത ഒരാൾ പോലും കേരളത്തിൽ ഉണ്ടാകരുത് എന്നാണ് ഗവൺമെന്റ് ആഗ്രഹിക്കുന്നത്. ആ റേഷൻ വിതരണത്തിന്റെ കാര്യത്തിൽ ആവശ്യമാണെങ്കിൽ ഏപ്രിൽ മാസത്തെ ആദ്യത്തെ ആഴ്ച കൂടെ ഈ മാസത്തെ റേഷൻ വാങ്ങാനുള്ള സൗകര്യമൊരുക്കും. ഗവൺമെന്റ് ആ നിലയിൽ ജനങ്ങൾക്ക് എത്രത്തോളം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആശ്വാസകരമായ നിലപാടെടുക്കാൻ കഴിയുമോ അത് എടുക്കണമെന്നാണ് ഞങ്ങൾ കാണുന്നത്. ഇന്ന് രാവിലെ ക്യൂവിൽ വന്ന മുൻഗണനാ കാർഡിൽ മഞ്ഞ നിറ കാർഡുകാർക്ക് മസ്റ്ററിംഗ് നടത്തി നോക്കാം. അത് നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ എന്താണോ തടസ്സമാണോ ഉണ്ടാകുന്നോ എന്ന് നോക്കിയതിന് ശേഷം ആവശ്യമായ ക്രമീകരണം വരുത്താമെന്നാണ് ആലോചിക്കുന്നത്. ഉച്ച കഴിഞ്ഞിട്ട് അടുത്ത ആഴ്ച ഈ നാളെ മുതലുള്ള ദിവസങ്ങളിൽ എങ്ങനെ ക്രമീകരിച്ച് നമുക്ക് ഇത് വിജയകരമാക്കാൻ കഴിയുമെന്ന് സാങ്കേതിക വിദഗ്ധരുടെ അഭിപ്രായം കൂടെ കണക്കിലെടുത്തുകൊണ്ട് മാധ്യമങ്ങൾ വഴി ജനങ്ങളെ ഈ വിഷയത്തെ സംബന്ധിച്ച് വ്യക്തമായ രൂപം അറിയിക്കുന്നതാണ്. ഇന്ന് പൂർണ്ണമായിട്ടും നിൽക്കുന്നവർ ഉച്ചവരെ കൊണ്ട് തീർവുമല്ലോ. നാളെ മറ്റന്നാൾ വേണ്ട ആവശ്യമാണെങ്കിൽ 3-4 ദിവസം കൂടെ കൊടുക്കാം. അല്ല മസ്റ്ററിംഗ് കൊടുത്തുകൊണ്ട് അത് ഇന്നിപ്പോൾ അവരുടെ നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ 3-4 ദിവസം കൂടെ കൊടുത്ത് അവധി കൊടുത്ത് മസ്റ്ററിംഗ് നടത്തുകയും അരി ലഭ്യമാകേണ്ടുന്ന ആളുകൾക്ക് കുറച്ചുകൂടെ നീട്ടിക്കൊടുക്കാം. അതെ 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 തൽക്കാലം നിർത്തുന്നു. മഞ്ഞ നിറ കാർഡുകാർക്ക് മാത്രമായി മസ്റ്ററിംഗ് ചുരുക്കുന്നു ഇന്നത്തെ ദിവസം. കാരണം അവർ മെനക്കെട്ട് വന്നിട്ട് അവർക്ക് കഴിയുമെങ്കിൽ അത് നമുക്ക് അവരെ ഒരു ദിവസം കൂടെ അവരുടെ ജോലിയും
പ്രയാസങ്ങളും എല്ലാം വീണ്ടും ഉണ്ടാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമുക്ക് മഞ്ഞ നിറ കാർഡാണ് ഏറ്റവും ലീസ്റ്റ്. അല്ല അതെ, മനസ്സിലായി. അല്ല, അത് സ്വാഭാവികമാണ്. ആളുകൾക്ക് ഒരു ആശങ്കയും ഭീതിയൊക്കെ ഉണ്ടായപ്പോൾ ഞങ്ങൾ തന്നെ പറഞ്ഞു, നിർബന്ധപൂർവമായി ഇന്ന് തന്നെ നടത്തി തീർക്കണമെന്നുള്ളതല്ല, അങ്ങനെയുള്ളവർക്ക് വീണ്ടും അവസരം കൊടുക്കാമെന്ന് നമ്മൾ പറഞ്ഞതാണ്. മഞ്ഞക്കറവ് മസ്റ്ററിംഗ് തൽക്കാലം പൊതുവിൽ നിർത്തുന്നു, എന്നാൽ മഞ്ഞ കാർഡുകാർക്ക് ഇന്ന് തുടരുന്നു.